ജെൻസിൻ്റെ ഷർട്ട് വാങ്ങിക്കുമ്പോഴേക്കും കിട്ടുന്ന ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ആവശ്യം കഴിയുമ്പോഴേക്കും എടുത്ത് കളയുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ഒരു സ്പോഞ്ച് ഷീറ്റും പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന കുറച്ച് പീസുകളൊക്കെ ഇല്ലേ, അതൊക്കെ വെച്ച് ചെയ്ത ഒരു അടിപൊളി ഫ്രോക്ക് കാണാം കേട്ടോ. ഈ ഒരു സാറ്റിൻ മെറ്റീരിയലാണ് ഞാൻ ഈ ഒരു ഫ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കണത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത ശേഷം അതിൻ്റെ യോക്ക് പോർഷനിൽ നമ്മൾ മെഷർമെൻറ്റ് സ്കെയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കണേ. ക്രോസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സ്കെയിലിൻ്റെ വിട്ട് കിട്ടുന്ന രീതിയിൽ മാത്രം നമ്മൾ ലൈൻ വരച്ചാൽ മതിയാകും കേട്ടോ. ഒരു സ്കെയിലിൻ്റെ ലെവലിൽ നമ്മൾ ആ ഒരു ലൈൻസ് എല്ലാം വരച്ച ശേഷം ഓരോ കോളവും ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പിലായിരിക്കും കേട്ടോ കിട്ടുന്നത്. എന്നിട്ട് ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കോട്ടൻ്റെ ലൈനിങ് ആദ്യം വിരിച്ചിടണം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട ആ ഒരു സ്പോഞ്ച് എല്ലാം ആ ഒരു തുണിയുടെ വിഡ്ത്തിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു സ്പോഞ്ച് ആദ്യം നിരത്തി വെക്കണം. എന്നിട്ട് അതിൻ്റെ മേളിലേക്കാണ് നമുക്ക് ചെയ്യേണ്ട സാറ്റിൻ പീസ്, അതായത് വരച്ചിരിക്കണ ഭാഗമായിരിക്കണം മേളിൽ വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ സമയത്ത് മിഷ്യത്തിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാനായിട്ട് എന്തെങ്കിലും മുട്ടുസൂചി വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ടൈമിൽ നല്ല രീതിയിൽ തുണിയൊന്ന് വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ചുളിവ് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിങ് ആ ഒരു യോക്ക് പോർഷനിൽ കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണ സമയത്താണെങ്കിലും അതൊരു രണ്ടടിപ്പായിട്ട് ഇടാനും കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കോട്ടൺ ലൈനിങ്ങിനും സാറ്റിനും ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം വർക്കും ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കഴുത്ത് അടിച്ചു മറിക്കാനായിട്ട് വേറെ ഏതെങ്കിലും ലൈനിങ് പീസ് വെച്ചിട്ട് നെക്ക് അടിച്ചു മറിച്ചാൽ മതിയാകും കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ക്രേപ്പിൻ്റെ ലൈനിങ് സെപ്പറേറ്റ് എടുത്തിട്ടാണ് കഴുത്തടിച്ചു മറിച്ചിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വന്ന കുറച്ച് വെൽവെറ്റ് ഓർഗൻസയുടെ മെറ്റീരിയൽ കടയിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു കളറിനോട് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കളറായതുകൊണ്ടിട്ട് തന്നെ ആ ഒരു കളറാണ് ഞാൻ ആ ഒരു ഫ്രോക്കിന് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ തന്നെ തികയുന്നുണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ കുറച്ച് പീസൊക്കെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടാണ് ആ ഒരു ഫ്ലവർ ചെയ്തെടുത്തത്. ഷോൾഡർ ഭാഗത്ത് മാത്രമായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് ഒരു ഫ്ലവറാണ് ഞാൻ ആദ്യം ചെയ്തെടുത്തത്. പക്ഷെ അതങ്ങനെ ചെയ്തിട്ട് എനിക്കൊരു തൃപ്തി വരാത്തത് കൊണ്ടിട്ട് തന്നെ 3 ഫ്ലവറിൽ ആ ഒരു വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടത് നമുക്ക് ഈ യോക്ക് പോർഷനിൽ തന്നെയാണ് ആ ഒരു ഫ്ലവർ വെച്ച് കൊടുത്തിരിക്കണത്. പിന്നെ ഇത്രയും വർക്ക് കഴിഞ്ഞ ശേഷം കുറച്ച് മിനുക്കുപണിയും കൂടിയൊക്കെ അതിൻ്റെ അകത്ത് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് ആ ഒരു സ്റ്റിച്ച് വരുന്ന ജോയിൻറ്റ് വരുന്ന ഭാഗത്താണ് ഞാൻ ഇതിൻ്റെ അകത്ത് ബീഡ് വർക്ക് ചെയ്ത് കൊടുത്തിരിക്കണത് കേട്ടോ. അപ്പോൾ അതാണെങ്കിലും പശ വെച്ചിട്ടാട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും സമയമാകുമല്ലോ, അതുകൊണ്ടിട്ട് പശയിൽ തന്നെ ആ ഒരു വർക്ക് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാലൻസ് വരുന്ന പീസാണ്, അതല്ലാന്നുണ്ടെങ്കിൽ വേസ്റ്റായി പോകുന്ന എന്ത് സാധനം വെച്ച് നമുക്ക് ഇതേപോലെയുള്ള നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്.